പുതിയ ദിവസവും പുതിയ കാഴ്ചകളുമായിട്ട് വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ ഓട്ടമാണ് ഈ കായോട്ടം. രാവിലെ ഓടാൻ ഇറങ്ങിയില്ല, ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇറങ്ങിയത്. അപ്പൊ കിട്ടിയൊരു ഓട്ടമാണിത്. കായെല്ലാം കയറ്റി ഞാൻ നേരെ പോകുന്നത് സ്റ്റോറിലേക്കാണ്. നേരത്തെ സ്റ്റോറിൽ വന്ന് കായെല്ലാം ഇറക്കി വെച്ചതിന് ശേഷം തൂക്കവും നോക്കി ഞാൻ ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഹരീഷറുടെ വർക്ക്ഷോപ്പിലാണ്. ഏതായാലും ഇവിടെ വന്നല്ലേ, പുള്ളിനെ വിളിച്ചുകൊണ്ട് ഒരു ചായ കുടിച്ചിട്ട് പോയേക്കാം എന്ന് വെച്ച് പുള്ളിനെ ഇപ്പോൾ വിളിക്കാൻ വന്നതാണ്. കുറച്ച് കഴിയുമ്പോൾ ഹരീഷേട്ടേക്ക് ഒരു കൊറിയർ വന്നു. പിന്നെ അതിൻ്റെ അകത്ത് എന്താ സാധനം എന്ന് അറിയാത്തതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ ഞങ്ങളത് അൺബോക്സിങ് ചെയ്യാൻ തുടങ്ങി. എന്താണെന്ന് എനിക്കറിയണം. ഇത് സംഭവം വേറെ ഒന്നുമല്ല, ഈ പുട്ടി പിടിക്കുന്ന മെഷീനിൽ ഇരുന്ന എന്തൊരു സംഭവമാണ്. അത് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് പുള്ളി നമ്മളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ പുള്ളി ചായ കുടിക്കാൻ പോകാനുള്ള ഒരുക്കത്തിലാണ്. കയ്യും കാര്യം കഴുകി ഞങ്ങൾ ചായ കുടിക്കാൻ പോകാൻ തുടങ്ങുകയാണ്. വൈകുന്നേരത്തിലെ ചൂട് ചായയും മുട്ട ബജ്ജിയും കഴിക്കാനാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഹരീഷ് ഷെട്ടി ആസ്വദിച്ച് മുട്ട ബജ്ജി കഴിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അനന്ത് ധൃതി പിടിച്ച് വണ്ടി കൊണ്ട് പോകുന്ന കണ്ടു. അപ്പോൾ എന്താ കാരണമെന്ന് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്, അർജുൻ്റെ വണ്ടി ചെളിക്കകത്ത് കിടന്ന് കറങ്ങുക, അത് വലിച്ചു കയറ്റാൻ വേണ്ടി അവൻ പോവുകയാണത്. ഞങ്ങൾ ചായ കുടിയും കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി എടുത്ത് നേരെ അങ്ങോട്ടേക്ക് പോയി. ഞങ്ങൾ സ്ഥലത്തെത്തിയപ്പോൾ അനന്തുവിൻ്റെ വണ്ടി റോഡ് സൈഡിൽ ഒതുക്കിയിട്ടുണ്ട്. പക്ഷെ അച്ഛൻ്റെ വണ്ടി കാണാനില്ല. അച്ഛൻ്റെ വണ്ടി എവിടെയാ? ഇതാ കിടക്കുന്നതാണ് അച്ഛൻ്റെ വണ്ടി. അവന്മാരെല്ലാവരും അവിടെയുണ്ട്. അപ്പം നമുക്കും അവിടെ പോയി എന്താ കാര്യങ്ങളെന്ന് നോക്കാം. അനന്തുവിൻ്റെ വണ്ടി കൊണ്ട് വലിച്ചു കയറ്റാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അപ്പോൾ JCB അവർ വിളിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ JCBയുടെ സൗണ്ട് എല്ലാം കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി അങ്ങോട്ട് മാറ്റിയിടാൻ വേണ്ടി ഞാൻ പോവുകയാണ്. ഇതാ പറഞ്ഞു തീരുന്നതിന് മുമ്പ് JCB വന്നിട്ടുണ്ട്. അപ്പോൾ JCB ഇനി കയറി കിട്ടി അച്ഛൻ്റെ വണ്ടി വലിച്ച് മേളിൽ കയറ്റണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഏറെ താമസമില്ലാതെ JCBയുടെ സഹായത്തോടെ വണ്ടി വലിച്ച് മുകളിൽ കയറ്റി. ആ സമയത്ത് അച്ചുവിന്റെ മുഖത്ത് കണ്ട ആ ഒരു സന്തോഷം, അതായിരുന്നു ഈ വീഡിയോയുടെ ഹൈലൈറ്റ്. അച്ചുവിന്റെ മുഖത്ത് മാത്രമല്ല എല്ലാവരുടെയും മുഖത്തും ആ സന്തോഷം ഉണ്ടായിരുന്നു. വന്ന പരിപാടി തീർത്ത് JCBക്കാരനും JCBയും ആ വഴി അങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളും അവിടുന്ന് പോന്നായിരുന്നു. പരിപാടിയെല്ലാം തീർത്തതിന് ശേഷം മഴക്കാലമായി കഴിഞ്ഞാൽ വളരെ സർവ്വസാധാരണമായ ഒരു വിഷയമാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. കാണാൻ മറക്കരുത്. ഓക്കെ, ബൈ.